Hi everyone, today we are on our second chapter, Company Accounts and Issue of Shares. So directly let's move on our chapter. And the area of discussion for today are company, what do you mean by company, and what are the different types of companies, and what share capital means, and what are the different types of shares. These are the things which we have to discuss for today. And moving on our topic, company. What do you mean by company? As you know, company is one of the most important form of business organization. നിങ്ങൾക്ക് ഏതൊക്കെ കൈൻഡ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് അറിയാം? സോൾ പ്രൊപ്പർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഇത് മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്ന രണ്ട് കൈൻഡ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എന്താണ് സോൾ പ്രൊപ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ സിംഗിൾ പേഴ്സൺ. There will be one single person. And in case of partnership, which is owned and managed by more than one person on an agreement. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒരു സോൾ പ്രൊപ്പർട്ടിഷിപ്പ് ആകുമ്പോൾ അവർക്ക് റൈസ് ചെയ്യാൻ കഴിയുന്ന ഫണ്ടിന്, റൈസ് ചെയ്യാൻ കഴിയുന്ന ക്യാഷിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരാൾക്ക് എത്രത്തോളം ക്യാഷ് റൈസ് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ കാര്യം തന്നെ അല്ലേ, നിങ്ങൾക്ക് മാക്സിമം എത്ര ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും? ഒരാൾക്ക് ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഹി ക്യാൻ ഹാവ് എ 10 lakh or 50 lakhs or 1 crore. അതിൽ കൂടുതലൊക്കെ ഒരാളെ കൊണ്ട് കഴിയുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അപ്പോഴാണ് നമ്മൾ പാർട്ട്ണർഷിപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പിലോട്ട് പോകുമ്പോൾ അവിടെ ഒന്നിലധികം ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് റൈസ് ചെയ്യാൻ കഴിയുന്ന ഫണ്ടിന്റെ എമൗണ്ട് കൂട്ടാം, അവർക്ക് മാനേജീരിയൽ അബിലിറ്റി കൂട്ടാം. പക്ഷെ സ്റ്റിൽ പാർട്ട്ണർഷിപ്പ്, in case of partnership, there can have maximum of 20 members. അപ്പോൾ ഈ 20 മെമ്പേഴ്സിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നതിനും അവർക്ക് റൈസ് ചെയ്യാൻ കഴിയുന്ന ഫണ്ടിനും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. സോ ഈ അവസരത്തിലാണ് കമ്പനി എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. സോ വാട്ട് ഈസ് കമ്പനി? യെസ്, വി ആർ മൂവിങ് ഓൺ ദാറ്റ്. According to Lord Justice Lindley, he defined company as an artificial person created by law with perpetual succession and a common seal. This is a simple definition provided by Lord Justice Lindley for the company. Is an artificial person created by law with perpetual succession and a common seal. He says that company is an artificial person, is not a natural person, and it is created by law. I mean, created by law means created by the Companies Act, is having continuous existence and is having common seal for its signature purpose. And there is one more definition which is provided by Companies Act 1956. It says that a company formed and registered under this act. ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ്. As per Companies Act 1956, a company is a company formed and registered under this act. ഈ കമ്പനീസ് ആക്ട് 1956 രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനികളും കമ്പനിയാണെന്നാണ് ഇവിടെ പറയുന്നത്. സോ സിമ്പിൾ ഡെഫിനിഷൻ. ബട്ട് ഈ രണ്ട് ഡെഫിനിഷനും കമ്പനീസിന്റെ ഒരു കമ്പനിയുടെ ഒരു ഫുൾ ഫീച്ചർ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ഇൻഫർമേഷൻസിലോട്ട് നമുക്ക് പോവാം. മീനിങ് ഓഫ് എ കമ്പനി. Company is a registered association. See, a registered association which is an artificial legal person having an independent legal entity with a perpetual succession and a common seal for its signatures and a common capital comprised of transferable shares and having limited liability. This is a company. ഈ കമ്പനിയുടെ വേരിയസ് ഫീച്ചേഴ്സിന് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജഡ് മീനിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫീച്ചേഴ്സ് നമുക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. സോ മൂവിങ് ഓൺ ദി ഫീച്ചേഴ്സ് ഓഫ് കമ്പനി. സോ ദ ഫസ്റ്റ് feature is a incorporated association. Company is an incorporated association, which means it's a registered association. അത് വെറുതെ ഉണ്ടായ ഒന്നല്ല. ഇറ്റ് ഈസ് എ രജിസ്റ്റേർഡ് അസോസിയേഷൻ ആൻഡ് ദേ ആർ രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട്. അപ്പോൾ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള
ഒരു അസോസിയേഷനെയാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. കമ്പനി വിൽ ബി രജിസ്റ്റേർഡ് ഇൻ കമ്പനീസ് ആക്ട് 1956 ഓർ എനി അതർ ആക്ട്. അപ്പൊ ഒരു കമ്പനീസ് ആക്ടിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കും. അത് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് ഫീച്ചർ. And the second feature, artificial legal person. A company is an artificial legal person. Company ഒരു person ആണ്, but not natural person just like us. We all are natural persons created by God. But companies are artificial legal person created by law. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനീസ്, ബട്ട് സ്റ്റിൽ അവർ പേഴ്സൺസ് തന്നെയാണ്. നമ്മുടെ പോലെ എല്ലാ അവകാശങ്ങളും ഉള്ള പേഴ്സൺസ് തന്നെയാണ് കമ്പനീസ്, ബട്ട് ദേ ആർ ആർട്ടിഫിഷ്യൽ. So that's the second feature, artificial person. And the third feature, separate legal entity. Companies having separate legal entity apart from its owners. The owner and the company both are not same. ഓണറും കമ്പനിയും സെയിം അല്ല, അത് രണ്ടും സെപ്പറേറ്റ് തന്നെയാണ്. കമ്പനീസ് ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണർ. ആ ഓണർ അവിടെ ഇല്ലെങ്കിൽ കൂടി ആ കമ്പനി നിലനിൽക്കും. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇനി ആ ഓണർ മരിക്കുകയാണെങ്കിലും അതാണ് നമ്മുടെ ഇറ്റ് വിൽ ബി എക്സ്പ്ലെയിൻ ഇൻ അവർ നെക്സ്റ്റ് ഫീച്ചർ, പെർപെച്വൽ എക്സിസ്റ്റൻസ്. പെർപെച്വൽ എക്സിസ്റ്റൻസ് മീൻസ് continuous existence. Companies will be having continuous or perpetual existence. The companies are meant for longer periods. കമ്പനി തുടങ്ങുന്നത് അടുത്ത 2 വർഷത്തേക്കോ അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്കോ എന്ന് പറഞ്ഞിട്ടല്ല. Which are meant for indefinite life. It will be having indefinite life. കമ്പനിക്ക് വളരെയധികം എന്താ പറയാ, ഒരു വളരെ ലോങ്ങർ പീരിയഡിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കമ്പനിയെ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പെർപെച്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഈവൻ ഇഫ് ദ ഓണർ ഡൈസ് ഓർ എനി ഓഫ് ദ മെമ്പർ ഡൈസ് ഓർ അല്ലെങ്കിൽ ഒരു മെമ്പർ റിട്ടയർ ആവാണ്, ഇതൊന്നും കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കില്ല. അതാണ് മുകളിൽ പറഞ്ഞ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. കമ്പനി ഈസ് ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണർ. അപ്പൊ കമ്പനി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണർ. ആ ഓണറുടെയോ അല്ലെങ്കിൽ അതിന്റെ മെമ്പേഴ്സിന്റെയോ മറ്റൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. അവരുടെ റിട്ടയർമെന്റോ അവരുടെ മരണമോ ഒന്നും കമ്പനിയെ ബാധിക്കില്ല. കമ്പനി അവിടെ എക്സിസ്റ്റ് ചെയ്യും ഫോർ ദ ലോങ്ങർ പീരീഡ്സ്. ആൻഡ് ദ നെക്സ്റ്റ് ഫീച്ചർ, കോമൺ സീൽ. We are the natural person, and if we have to do any if we have to sign any contract, we can do our own signs. നമുക്ക് സൈൻ ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് സൈൻ ചെയ്യാം. നമ്മളെ കൈ കൊണ്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്താൽ ആ കോൺട്രാക്റ്റിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയും. But instead, company is an artificial person which cannot sign by its hand. So instead, it will be having a common seal for its signatories. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ കമ്പനി എന്താണ് ചെയ്യുക? കമ്പനി സീൽ വെക്കും. കമ്പനിയുടെ കോമൺ സീൽ വെച്ച് കൊടുത്താൽ that's the signature of this company. So company will be having common seal. And the limited liability, this is the most important feature of a company. Limited liability, കമ്പനിയുടെ പ്രധാന ഫീച്ചർ എന്നതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്പനി ഇസ് ലിമിറ്റഡ്. കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് കമ്പനീസിന്റെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ലിമിറ്റഡ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങുകയാണ്. ഞാനൊരു 5 ലക്ഷം രൂപയ്ക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് തുടങ്ങി. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ആ ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ വന്നു, ഒരുപാട് ബാധ്യതകൾ വന്നു. ഏകദേശം 10 ലക്ഷം രൂപയുടെ ബാധ്യത വന്നു. എൻ്റെ ബിസിനസ്സിൽ ആകെ 5 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പൊ എന്താ, ആ 10 ലക്ഷം രൂപ ബാധ്യത തീർക്കാൻ ആ ബിസിനസിന്റെ വാല്യൂ ആയിട്ടുള്ള ആ ബിസിനസ് ഞാൻ വിറ്റു. ബിസിനസ് വിൽക്കുമ്പോൾ എനിക്ക് 5 ലക്ഷം കിട്ടും. അങ്ങനെ ഞാൻ 5 ലക്ഷം കൊടുത്ത് ആ ബാധ്യത തീർക്കാൻ നോക്കി. ഇനിയും 5 ലക്ഷം ബാക്കിയാണ്. ആ ബാക്കി വരുന്ന 5 ലക്ഷം കേസ് ആയി കഴിയുമ്പോൾ കോടതി എന്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്നാണ് എടുക്കുക. മൈ ഓൺ പ്രോപ്പർട്ടി ആർ ലയബിൾ ടുവേർഡ്സ് പേയിങ് ഓഫ് മൈ ലയബിലിറ്റീസ്. അപ്പോൾ ഞാൻ എന്റെ ആ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ എന്റെ സ്വന്തം പ്രോപ്പർട്ടീസ് ഞാൻ വിൽക്കേണ്ടി വരും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ബട്ട് ഇൻ കേസ് ഓഫ് എ കമ്പനി, ഞാനിപ്പോൾ ആ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങുന്നതിന് പകരം ഞാനൊരു കമ്പനിയാണ് തുടങ്ങിയിരുന്നതെങ്കിൽ എന്റെ അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് 5 ലക്ഷം രൂപയാണ്. കമ്പനിക്ക് അവിടെ നേരത്തെ പോലെ തന്നെ 10 ലക്ഷം രൂപയുടെ ലയബിലിറ്റി വന്നു. അങ്ങനെ എന്റെ അവിടെയുള്ള 5 ലക്ഷം രൂപ അവിടെ എനിക്ക് നഷ്ടപ്പെടും. പക്ഷെ ബാക്കി വരുന്ന 5 ലക്ഷം രൂപ എന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരില്ല. ദാറ്റ്സ് ദ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഓഫ് ദാറ്റ് കമ്പനി. അപ്പം അവിടെയുള്ള മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദെയർ ഷെയർസ്, അല്ലെങ്കിൽ അവരുടെ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ എത്രയാണ് അവർ അഷ്യൂർ ചെയ്തത്
അത്രത്തോളം ലിമിറ്റഡ് ആണ്, അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരില്ല. ദാറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. And the next, transferability of shares, especially in case of public companies. I can transfer my shares to another one. One member can transfer shares to another one. In case of public companies, anyone can transfer easily his shares to another one. But in case of private company, there are some restrictions, but still they can transfer their shares with mutual agreements. And the last feature, may sue or be sued. A company can sue or can be sued by any other one. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യപ്പെടാനും അല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരെ ഒരു കേസ് കൊടുക്കാനും അല്ലെങ്കിൽ കമ്പനിക്കെതിരെ മറ്റുള്ളവർക്ക് കേസ് കൊടുക്കാനും എല്ലാം പറ്റും. ബിക്കോസ് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സോ ദീസ് ആർ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. ഈ ഫീച്ചേഴ്സ് എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ കണ്ട പ്രീവിയസ് മീനിങ് ഓഫ് എ കമ്പനി. സോ ഫ്രം ദിസ് features itself, you can draw your own meaning. Company is an artificial person which is registered under the Companies Act, is having perpetual succession and having common seal. So കമ്പനിയുടെ ആ ഡെഫിനിഷൻസ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വേണം. As per the Companies Act 1956, a company is a company which is registered under this act. That's the simple definition provided by Companies Act 1956. അപ്പോൾ കമ്പനി എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായില്ലേ? കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ which having separate legal entity with perpetual existence and a common seal. Then moving on, different types of companies. കമ്പനിയെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം based on some criteria. So there are 4 criteria to classify the companies. First one, classification on the basis of mode of incorporation, how the company is registered. Second one, companies on the basis of the liability of its members. Members and the liability നോക്കിയിട്ട് നമുക്ക് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യാം. Then number of members, the members in this company, ആ നമ്പർ നോക്കിയിട്ട് നമുക്ക് കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാം. Then some other forms of companies. So moving on, the first classification of company on the basis of incorporation. The first company is Royal Chartered Companies. Chartered companies എന്നറിയപ്പെടും. So these are the companies formed under special charter by the monarch or by a special order of a king or a queen. I mean, these companies are set up by a special order by any kind of royal kingdom. Any kind of royal kingdom. അപ്പോൾ ഒരുപാട് രാജകീയ കുടുംബങ്ങളൊക്കെ പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. സോ ആ റോയൽ കിങ്ഡത്തിന്റെ ഒരു ആക്ട് പ്രകാരം അല്ലെങ്കിൽ അവരുടെ ഒരു ഓർഡർ പ്രകാരം നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലവിൽ വന്ന കമ്പനീസിനെയാണ് നമ്മൾ റോയൽ ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ കറന്റ് there is no royal chartered companies, but it was just like ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതൊരു റോയൽ ചാർട്ടേഡ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് റോയൽ കിങ്ഡത്തിന്റെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം നിലനിന്നിരുന്ന കമ്പനിയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. Then Bank of England, etc. So Royal Chartered Companies. And the second classification, statutory companies. These are the companies incorporated by a special act passed by the central or state legislature. പാർലമെന്റിൽ ഒരു സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിയിട്ട് നിലവിൽ വന്ന കമ്പനീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരം നിലനിൽക്കുന്ന കമ്പനീസ് അല്ലെങ്കിൽ നിലവിൽ വന്ന കമ്പനീസ്, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. സോ സെർട്ടൈൻ ചില സമയത്ത് ചില പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും, ചില ആക്ട് പാസ് ചെയ്തിട്ട് ഒരു കമ്പനിയെ നിലവിൽ വരും. അങ്ങനത്തെ കമ്പനീസാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് RBI, which is came into existence on 1934. RBI നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ബാങ്ക്, is a statutory company. So statutory companies are those companies which came into existence by a special act passed in parliament. Then third type of companies, registered or incorporated companies. Registered companies, where they will register under any other Companies Act. So in India we do have Indian Companies Act 1956.
So in India, a registered company means a company is registered under the Companies Act 1956. Companies Act രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. So we can classify companies on the basis of their incorporation or on the basis of their registration into three: statutory companies, registered companies, and the first one, which was chartered companies. These are the three types of company on the basis of incorporation. And moving on, the next classification of the companies on the basis of the liability of these members. മെമ്പേഴ്സിന്റെ ലാബിലിറ്റി നോക്കിയിട്ട് നമുക്ക് കമ്പനീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. സോ ദ ഫസ്റ്റ് വൺ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. സോ അതിൽ തന്നെ പറയുന്നുണ്ട് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് where the liability of the members is limited to the unpaid value of their share. അവിടെ മെമ്പേഴ്സിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഷെയറിന്റെ വാല്യൂ ആണ്. അപ്പോൾ അവിടെ ഒരു കമ്പനി അവരുടെ മെമ്പേഴ്സിനെ എടുക്കുന്നത് ഷെയർ ബേസിലാണെന്നുണ്ടെങ്കിൽ, ഒരാൾ 100 ഷെയർ എങ്കിൽ അയാളുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അയാളുടെ ആ 100 ഷെയർ ആണ്, ആ ഷെയറിന്റെ വാല്യൂ ആണ്. അതാണ് ലാബിലിറ്റി ലിമിറ്റഡ് ബൈ ഷെയർ. അതിനപ്പുറം ആ 100 ഷെയറിന്റെ വാല്യൂ ഒരു 10 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ടുള്ള ഒരു ബാധ്യതയും അയാൾക്ക് അവിടെ ഇല്ല. ഹിസ് ലാബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ഹിസ് 100 ഷെയർസ്. അതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഓൺ ദ അതർ ഹാൻഡ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ചില സമയത്ത് കമ്പനി ഷെയറിന് പകരം ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. സോ ഇൻ സച്ച് കേസ് ദ മെമ്പേഴ്സ് ലാബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു എ ഫിക്സഡ് എമൗണ്ട് ഓർ പ്രീ ഡിറ്റർമിൻഡ് എമൗണ്ട്. ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ആയിരിക്കും അവരുടെ ലാബിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഒരാള് ഒരു കമ്പനിയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത് 10,000 or 10 lakh rupees കൊടുത്തിട്ടാണ്. അപ്പൊ അയാളുടെ അവിടുത്തെ ലാബിലിറ്റി എന്ന് പറയുന്നത് ആ 10 lakh ആണ്. ആ 10 lakh കൊടുത്താൽ അയാളുടെ ലാബിലിറ്റി കഴിഞ്ഞു. ഇനി ആ കമ്പനിയിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും അയാൾക്ക് ആ 10 lakh കൂടുതൽ നഷ്ടം അവിടെ വരില്ല. That's the company limited by guarantee, where the liability of the member is limited by a guaranteed amount. On the other hand, company limited by shares, where the liability of the members are limited to the extent of unpaid value of shares. അപ്പോൾ ആ ഷെയറിൽ മാത്രം അയാൾക്ക് ഇനി എത്രത്തോളം ഷെയറിന്റെ വാല്യൂ അയാൾ കൊടുക്കാനുണ്ടോ അത്രയും കൂടി കൊടുത്തു തീർന്നാൽ അയാളുടെ ലാബിലിറ്റിയോടെ കഴിഞ്ഞു. ലാബിലിറ്റി ഇസ് ലിമിറ്റഡ് ടു unpaid value of shares. So അവരുടെ ടോട്ടൽ ഷെയർ ആണ് അവിടെ ലാബിലിറ്റിയെ ലിമിറ്റ് ചെയ്യുന്നത്. So these are the two types of companies, and one more is the unlimited companies. There is no restrictions on the liability of the members. There is no limit on the liability of these members. Unlimited liability. മെമ്പേഴ്സിന്റെ ലാബിലിറ്റിയോടെ അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. നിലവിൽ അങ്ങനത്തെ കമ്പനീസ് ഇന്ത്യയിൽ ഇല്ല. അങ്ങനത്തെ കമ്പനീസ് തുടങ്ങാനുള്ള പെർമിഷൻ കമ്പനീസ് ആക്ട് കൊടുക്കുന്നില്ല. So unlimited companies. These are the three companies based on the liabilities: company limited by shares, company limited by guarantee, and company limited by unlimited companies. These are the three types of companies on the basis of liability. Moving on to this type, most important type, classification of companies based on the number of members. Here companies are classified on the basis of number of members. So the first one, public company, which is the most important one. Public company, നമുക്ക് ഈ ചാപ്റ്റർ തന്നെ നമുക്ക് നിലനിൽക്കുന്നത് പബ്ലിക് കമ്പനി പ്രകാരമാണ്. So public company is a company, they can issue shares to the public and they can raise money by issue shares to the public. അവർക്ക് പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ കഴിയും. They can have any number of members as they want. That's the most important speciality of public company. They can have any number of members. അവർക്ക് എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് വേണമെങ്കിലും ആവാം. There is no limit. മിനിമം 7 തുടങ്ങി എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് വരെ വേണമെങ്കിലും ഒരു പബ്ലിക് കമ്പനീസിനാവാം. എന്താണ് ഈ നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്? അത്രത്തോളം ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയും. That's speciality of public company. So public company or public limited company refers to a company is a corporation whose ownership is open to the public. In other words, anyone can buy the shares of a public company. ഏതൊരാൾക്കും പബ്ലിക് കമ്പനിയുടെ ഷെയർ വാങ്ങാം. അതാണ് പബ്ലിക്. അവിടെ ആ ഷെയർ വാങ്ങുന്നതിലോ വിൽക്കുന്നതിലോ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. So they can raise fund as much as they want. അവർക്ക് മെമ്പേഴ്സിന്റെ കാര്യത്തിലൊന്നും ഒരു ലിമിറ്റും ഇല്ല. അതാണ് പബ്ലിക് കമ്പനി. The next form, private company. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ unlike public company, they cannot issue shares to the public. There are some
restrictions on the number of members. നമ്മൾ പറഞ്ഞു പബ്ലിക് കമ്പനീസിൽ മിനിമം 7ഉം മാക്സിമം എത്ര മെമ്പേഴ്സ് വരെയും ആവാം. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ് മിനിമം 2 മാക്സിമം 200 മെമ്പേഴ്സേ പറ്റുള്ളൂ. സോ മാക്സിമം 200 ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ആ ഫണ്ട് റൈസ് ചെയ്യുന്നതിന്റെ ലിമിറ്റിൽ, അല്ലെങ്കിൽ നമുക്ക് റൈസ് ചെയ്യാൻ കഴിയുന്ന ഫണ്ടിന്റെ ലിമിറ്റ് വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ് വളരെ ചെറുതാണ്. ബട്ട് ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനീസിനെ നമുക്ക് ഒരുപാട് പേരുടെ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയും. ബട്ട് എന്തിനും രണ്ട് സൈഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ പബ്ലിക് കമ്പനീസിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരു സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനിയേക്കാളും കുറഞ്ഞ ഫോർമാലിറ്റീസ് മാത്രമേ ഒരു പ്രൈവറ്റ് കമ്പനീസിനുള്ളൂ. Then next type of company, one person company. This is the one of the new gen mode of company which is came by the Companies Act 2013. So one person company, as the name insists, it is a company where only one member is there. It is avade ഒരു മെമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. is having only one member or founder. ഒരാൾ മാത്രമാണ് അവിടുത്തെ മെമ്പർ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അവിടെ ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സ് പറ്റില്ല. അങ്ങനത്തെ കമ്പനീസ് ആണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ കമ്പനീസ് ബേസ്ഡ് ഓൺ ദിയർ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആർ 3 ടൈപ്സ്: പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, വൺ പേഴ്സൺ കമ്പനി. ദെൻ അതർ ഫോംസ് ഓഫ് കമ്പനി, മറ്റുള്ള ചില ഫോംസ് ഓഫ് കമ്പനി. ഇതെല്ലാം നേരത്തെ പറഞ്ഞ കമ്പനീസിന്റെ പെടുന്നത് തന്നെയാണ്, പക്ഷെ വേറെ നെയിമിൽ അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ഫോറിൻ കമ്പനീസ്, നമുക്കറിയാം ഫോറിൻ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ companies which are situated in foreign countries and having branches all over the world. And next, government company. Government company എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് കമ്പനി തന്നെയാണ്. ഇതൊരു പബ്ലിക് കമ്പനി തന്നെയാണ് ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ദ ഡിഫറൻസ് ഈസ്, in case of public companies, at least 51% of the share of a public company is held by government, then it is a government company. ഇപ്പൊ പബ്ലിക് കമ്പനീസിന് എത്ര മെമ്പർ ആവാന്ന് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു, അതിന്റെ 51% കുറയാത്ത ഷെയറും ഗവൺമെന്റിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗവൺമെന്റ് കമ്പനി. Then subsidiary company. Subsidiary company is a company which is controlled by another parent company. Then holding company. സബ്സിഡിയറി കമ്പനിയുടെ പാരന്റ് കമ്പനിയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. ദെൻ ഡോർമെന്റ് കമ്പനി. ഡോർമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഇനാക്റ്റീവ് കമ്പനിയാണ്. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി വന്നിട്ട് ഇപ്പൊ നിലവിൽ അത് ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന കമ്പനീസിനെയാണ് ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. വേറെയും ഒരുപാട് ഫോംസ് ഓഫ് കമ്പനീസ് ഉണ്ട്. ബട്ട് കോർ ആയിട്ട് നമ്മൾ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. കമ്പനീസ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പബ്ലിക് കമ്പനീസ്, പ്രൈവറ്റ് കമ്പനീസ് ആൻഡ് വൺ പേഴ്സൺ കമ്പനീസ്. ആൻഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ഐ മീൻ കമ്പനി classified on the basis of liability. Company is limited by shares or company limited by guarantee and unlimited company. Then മറ്റൊന്നാണ് on the basis of incorporation. ഇൻകോർപ്പറേഷന്റെ കേസിൽ നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞത്. ഒന്ന് ചാർട്ടേഡ് കമ്പനീസ്, then statutory companies and registered companies. അപ്പോൾ കമ്പനിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ആയെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഏരിയയിലോട്ട് മൂവ് ചെയ്യാണ്. Okay guys, this is the end of our first part. We'll meet you in our second part. Okay, bye.